ഹലോ, ജേണൽ എൻട്രീസ് നോക്കാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു. എ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ആ കമ്പനിയുടെ കയ്യിൽ 2 lakh ഇക്വിറ്റി ഷെയർസ് ഉണ്ടായിരുന്നു. ആ 2 lakh ഇക്വിറ്റി ഷെയറിൽ നിന്ന് കമ്പനി എന്ത് ചെയ്യുകയാണ്, ഒരു 30,000 ഇക്വിറ്റി ഷെയർ ബൈബാക്ക് നടത്താൻ തീരുമാനിക്കുന്നു. അപ്പോൾ 30,000 ഇക്വിറ്റി ഷെയർ ഇൻറ്റു 10, ഒരു ഷെയറിൻ്റെ വില, ഇക്വിറ്റി ഷെയറിൻ്റെ വില 10 രൂപയായിരുന്നു. അപ്പോൾ 30,000 ഇൻറ്റു 10 3 lakh റുപ്പീസിൻ്റെ ഇക്വിറ്റി ഷെയറാണ് കമ്പനി ബൈബാക്ക് നടത്താൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇക്വിറ്റി ഷെയർ ബൈബാക്ക് നടത്തണമെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള ക്യാഷ് എന്ത് വേണം, കമ്പനിയുടെ കയ്യിൽ വേണം. അപ്പോൾ ഇവിടെ 3 lakh റുപ്പീസിൻ്റെ ഇക്വിറ്റി ഷെയർ ബൈബാക്ക് നടത്തണമെങ്കിൽ കമ്പനിയുടെ കയ്യിൽ 3 lakh റുപ്പീസ് വേണം. അത് കമ്പനി കണ്ടെത്തുന്നത് ഒന്നെങ്കിൽ ഫ്രഷ് ഇഷ്യൂ നടത്തിയിട്ടായിരിക്കാം, അതല്ലെങ്കിൽ ഫ്രീ റിസർവിൽ നിന്നായിരിക്കാം. ഈ ക്വസ്റ്റ്യനകത്ത് നമുക്ക് ഫ്രീ റിസർവിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ നടത്തുന്നത് എങ്ങനെയാണ്, ഫ്രഷ് ഇഷ്യൂ നടത്തിയിട്ടാണ്. അപ്പം 30,000 ഇൻറ്റു 10 3 lakh റുപ്പീസിൻ്റെ ഇക്വിറ്റി ഷെയർ ബൈബാക്ക് നടത്തുന്നതിന് വേണ്ടി കമ്പനി അതിന് തുല്യമായിട്ടുള്ള 6% പ്രിഫറൻസ് ഷെയർ ആണ് ഇഷ്യൂ ചെയ്യുന്നത്. 3,000 പ്രിഫറൻസ് ഷെയർസ് അറ്റ് ദ റേറ്റ് ഓഫ് ₹100 ഈച്ച്. 3,000 ഇൻറ്റു 100 3 lakh അല്ലേ. അങ്ങനെ 3 lakh റുപ്പീസ് കമ്പനി എന്ത് ചെയ്യുകയാണ്, കണ്ടെത്തുകയാണ് ചെയ്യുന്നത് ബൈബാക്ക് നടത്താൻ വേണ്ടിയിട്ട്. അപ്പം ഫ്രഷ് ഇഷ്യൂ നടത്തുന്ന ജേണൽ എൻട്രിയാണ് ഫസ്റ്റ് ജേണൽ എൻട്രി ആയിട്ട് വരുന്നത്. നോക്കുക, പുതിയ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. ജേണൽ എൻട്രി: ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു 6% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു 6% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. 3,000 ഇൻറ്റു 100 3 lakh അല്ലേ. 3 lakh റുപ്പീസായി. അപ്പോൾ നമുക്ക് 3 lakh റുപ്പീസിൻ്റെ ഇക്വിറ്റി ഷെയർ ആണ് ബൈബാക്ക് നടത്തുന്നത്. അതിന് തുല്യമായിട്ടുള്ള പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്തു. 3 lakh റുപ്പീസായി. ഇനി നമുക്ക് ബൈബാക്ക് നടത്തുകയാണ് വേണ്ടത്. അപ്പോൾ ബൈബാക്ക് നടത്തുന്നതിന് വേണ്ടി 2014 റൂൾസ് അനുസരിച്ച്, കമ്പനീസ് റൂൾസ് അനുസരിച്ച് എന്ത് വേണം, ഒരു ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ആ ബൈബാക്ക് ബാങ്ക് ചെയ്യുന്ന ജേണൽ എൻട്രിയാണ് നമ്മൾ സെക്കൻഡ് എഴുതിയിട്ടുള്ളത്. നോക്കുക, ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പം ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഈസ് ഓപ്പൺഡ് ഫോർ ബൈബാക്ക് ഓഫ് ഷെയർസ്. ഷെയർ ബൈബാക്ക് നടത്തുന്നതിന് വേണ്ടി സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. എത്ര രൂപയുടെയാ, 3 lakh റുപ്പീസിൻ്റെ. 3 lakh റുപ്പീസിൻ്റെ ഇക്വിറ്റി ഷെയർ അല്ലേ ബൈബാക്ക് നടത്തുന്നത്. അപ്പോൾ അതിന് തുല്യമായിട്ടുള്ള ഒരു ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. അതിൻ്റെ ജേണൽ എൻട്രിയാണ് ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് 3 lakh. ഓക്കെ, ദെൻ ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബൈബാക്ക് നടത്താം. ഷെയർ ബൈബാക്ക് നടത്തുന്നു. എന്ത് ഷെയറാണ് ഇവിടെ ഉള്ളത്, ഇക്വിറ്റി ഷെയർ ആണ് ബൈബാക്ക് നടത്തുന്നത് അല്ലേ. അപ്പം ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട് അപ്റ്റർ ടു ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട്. നമ്മൾ ബൈബാക്ക് നടത്തുന്നതിന് വേണ്ടിയിട്ട് ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിരുന്നു. ആ ബൈബാക്ക് ബാങ്ക് അക്കൗണ്ടിൽ എന്തുണ്ട്, 3 lakh റുപ്പീസ് ഉണ്ട്. ആ ബൈബാക്ക് ബാങ്ക് അക്കൗണ്ടിലെ 3 lakh റുപ്പീസ് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഇക്വിറ്റി ഷെയർ ബൈബാക്ക് നടത്തി. അപ്പോൾ ജേണൽ എൻട്രി: ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട് അപ്റ്റർ ടു ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട്. എമൗണ്ട് 3 lakh. 3 lakh റുപ്പീസിൻ്റെ ഇക്വിറ്റി ഷെയർ നമ്മൾ ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ച് ബൈബാക്ക് നടത്തി. ദെൻ പിന്നീട് പറഞ്ഞു, ബൈബാക്ക് നടത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, പിന്നെ ബൈബാക്ക് നടത്തിയ ഷെയറിനെ ക്യാൻസൽ ചെയ്യണം. അത് ക്യാൻസൽ ചെയ്യുന്നത് ഒന്നുകിൽ പാറിനാവാം, അല്ലെങ്കിൽ പ്രീമിയത്തിനാവാം, അല്ലെങ്കിൽ ഡിസ്കൗണ്ടിനാവാം. നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം ബൈബാക്ക് നടത്തുന്നത് എങ്ങനെയാണ്, പാറിനാണ് അല്ലേ. പ്രീമിയത്തിനോ ഡിസ്കൗണ്ടിനോ അല്ല, പാറിനാണ്. അപ്പം ബൈബാക്ക് നടത്തുന്നത് പാറിന് ബൈബാക്ക് നടത്തിയ ഷെയർ ക്യാൻസൽ ചെയ്യുന്ന ജേണൽ എൻട്രിയാണ് നെക്സ്റ്റ്. അപ്പം ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട്. എമൗണ്ട് 3 lakh. ഡെബിറ്റിൽ എമൗണ്ട് ഇവിടെ വിട്ടുപോയിട്ടുണ്ട് അവർ എഴുതാൻ. അപ്പോൾ എമൗണ്ട് ഡെബിറ്റിലും ക്രെഡിറ്റിലും എന്ത് വേണം, 3 lakh വേണം. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അപ്റ്റർ 3 lakh ടു ഇക്വിറ്റി ഷെയർ ബൈബാക്ക് അക്കൗണ്ട് 3 lakh. ഓക്കെ, ദെൻ ഇത്രയുമാണ് ഇപ്പോൾ അതിൻ്റെ അഡീഷണൽ ആയിട്ട് നമുക്ക് വന്നിട്ടുള്ള 3 ജേണൽ എൻട്രി. നോക്കണേ, ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. ബൈബാക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ആ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇക്വിറ്റി ഷെയർ ബൈബാക്ക് നടത്തുന്നു. ബൈബാക്ക് നടത്തിയ ഇക്വിറ്റി ഷെയർ എന്ത് ചെയ്യുന്നു, പാറിനോ പ്രീമിയത്തിനോ ഡിസ്കൗണ്ടിനോ ക്യാൻസൽ ചെയ്യുന്നു. ആ 3 ജേണൽ എൻട്രി അഡീഷണൽ ആയിട്ട് വന്നു. പിന്നീട് ഒരു ജേണൽ എൻട്രി നമ്മൾ 11 ജേണൽ എൻട്രിക്കകത്ത് പറഞ്ഞിരുന്നത് പ്രീമിയം സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിരുന്നു. പക്ഷേ നമ്മുടെ ഈ ക്വസ്റ്റ്യനകത്ത് പാറിനാണ് എന്ത് ചെയ്യുന്നത്, ബൈബാക്ക് നടത്തുന്നത്, പ്രീമിയത്തിനല്ല.
പ്രീമിയത്തിനല്ലാത്തത് കൊണ്ട് ആ ജേണൽ എൻട്രി എന്ത് വേണ്ട, ഇവിടെ നമുക്ക് എഴുതണ്ട അല്ലേ. പ്രീമിയത്തിനാണ് ബൈബാക്ക് നടത്തിയെങ്കിൽ പ്രീമിയം ഓൺ ബൈബാക്കിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളതിനെ എങ്ങോട്ട് മാറ്റുന്നുണ്ട്, സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നുണ്ട്. അങ്ങനെ ഒരു ജേണൽ എൻട്രി നമ്മൾ ജേണൽ എൻട്രി എഴുതിയിടത്ത് പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ എന്ത് വേണ്ട, പാറിനായതുകൊണ്ട് ആ ജേണൽ എൻട്രി ഇവിടെ ആവശ്യമില്ല. പിന്നീട് വരുന്ന 2 ജേണൽ എൻട്രി എന്താ, ബൈബാക്ക് എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. ഈ ക്വസ്റ്റിനകത്ത് ബൈബാക്ക് എക്സ്പെൻസുകളില്ലേ, ഉണ്ട്. 18,000 രൂപയുടെ ബൈബാക്ക് എക്സ്പെൻസ് ഉണ്ട്. അപ്പോൾ ആ ബൈബാക്ക് എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്ന ജേണൽ എൻട്രിയാണ് അടുത്തത്. ബൈബാക്ക് എക്സ്പെൻസസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ബൈബാക്ക് എക്സ്പെൻസസ് പേയ്മെൻറ്റ് നടത്തുന്ന ജേണൽ എൻട്രിയാണ്. 18,000 രൂപയാണ് ബൈബാക്ക് എക്സ്പെൻസ് ഉള്ളത്. അതുകൊണ്ട് ബൈബാക്ക് എക്സ്പെൻസസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട് 18,000. ആ ബൈബാക്ക് നടത്തിയ എക്സ്പെൻസിനെ എങ്ങോട്ട് മാറ്റിയിട്ട് നമ്മൾ അതിനെ ക്ലോസ് ചെയ്യണം, പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിലേക്ക് അല്ലേ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബൈബാക്ക് എക്സ്പെൻസ് അക്കൗണ്ട്. ബൈബാക്ക് എക്സ്പെൻസിനെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് അതിനെ നമ്മൾ എന്ത് ചെയ്തു, റൈറ്റ് ഓഫ് ചെയ്തു അല്ലെങ്കിൽ ക്ലോസ് ചെയ്തു. അപ്പോൾ ലാസ്റ്റ് ജേണൽ എൻട്രി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബൈബാക്ക് എക്സ്പെൻസസ് അക്കൗണ്ട് 18,000. അപ്പോൾ ഇങ്ങനെയാണ് പുതിയ ജേണൽ എൻട്രി പ്രകാരം നമ്മൾ ഈ പ്രോബ്ലം ഡീൽ ചെയ്യേണ്ടത്. അപ്പോൾ പഴയ പ്രോബ്ലം പ്രകാരമാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് വരുള്ളൂ, ആകെ 4 ജേണൽ എൻട്രി വരുള്ളൂ. ഓക്കെ, ആദ്യം ഫ്രഷ് ഇഷ്യൂ നടത്തുന്നു. ഫ്രഷ് ഇഷ്യൂ നടത്തുമ്പോൾ പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു 6% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, ആ പണം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ബൈബാക്ക് നടത്തുന്നു. അപ്പോൾ ജേണൽ എൻട്രി ഇക്വിറ്റി ഷെയർ ആണ് ബൈബാക്ക് നടത്തുന്നത്, അതുകൊണ്ട് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, ദെൻ അതിന് ശേഷം വരുന്ന 3 ജേണൽ എൻട്രി, അതായത് ബൈബാക്ക് നടത്തുന്നതിന് വേണ്ട ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം, പിന്നെ ബൈബാക്ക് നടത്തണം, പിന്നെ അത് ക്യാൻസൽ ചെയ്യണം. ആ 3 ജേണൽ എൻട്രി അന്നും ഉണ്ടായിരുന്നില്ല പഴയ ടെസ്റ്റ് പ്രകാരം. നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്ക് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ആ 4 ജേണൽ എൻട്രി മാത്രമേ കാണൂ. അതിന് കാരണം നമ്മൾ പറഞ്ഞു എന്താണ്, ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരുന്നില്ല. അപ്പോൾ ഇവിടെ ആ 3 ജേണൽ എൻട്രി അഡീഷണൽ ആയിട്ട് വന്നു. അങ്ങനെ നമുക്ക് ഇപ്പോൾ എത്ര ജേണൽ എൻട്രി ഉണ്ടാവും, ആദ്യത്തെ ബൈബാക്ക് നടത്തുന്ന ജേണൽ എൻട്രി, അതിനുശേഷം 3 ജേണൽ എൻട്രി ആ ബാങ്ക് അക്കൗണ്ടുമായി ഓപ്പൺ ചെയ്തത്. അപ്പോൾ 3 1 4, 4ഉം 2ഉം ബൈബാക്ക് എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നു, അത് ക്യാൻസൽ ചെയ്യുന്നു. 7 ജേണൽ എൻട്രി വരും. ആദ്യത്തേത് 4 ജേണൽ എൻട്രി ഉള്ളത് അഡീഷണൽ ആയിട്ട് 3 ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതുമായിട്ട് വരുന്നു എന്നുള്ള മാത്രമാണ് ഇതിനകത്തുള്ള ചേഞ്ച്. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇനി അടുത്തതായിട്ട് ഒരു 4ഓ 5ഓ പ്രോബ്ലം ഇതുമായി റിലേറ്റഡ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ പുതിയ ജേണൽ എൻട്രി നിങ്ങൾ കൃത്യമായിട്ട് നോട്ടിലേക്ക് എഴുതി വെക്കുക, അത് മനസ്സിലാക്കുക. അതനുസരിച്ച് നമുക്ക് കൂടുതൽ പ്രോബ്ലം തുടർന്നുള്ള ക്ലാസ്സുകളിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.